മാപ്പ് മൈ ഇന്ത്യ നിർമ്മിച്ച മെയ്ഡ് ഇൻ ഇന്ത്യ നാവിഗേഷൻ ആപ്പ് അഥവാ മാപ്പിൾസ് തരംഗമാകുന്നു. സോഹോയുടെ അരട്ടയ്ക്ക് ശേഷമാണ് മറ്റൊരു ഇന്ത്യൻ ആപ്പ് കൂടി വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കിടിലൻ ഫീച്ചറുകളുള്ള മാപ്പിൾസ് ഗൂഗിൾ മാപ്പിന്റെ പകരക്കാരനായേക്കും. ഗൂഗിൾ മാപ്പ് മാതൃകയിൽ ഇന്ത്യൻ റോഡുകൾക്ക് അനുസൃതമായ വിവരങ്ങളാണ് മാപ്പിൾസ് നൽകുന്നത്. ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഡിജിറ്റൽ മാപ്പുകൾ, 10x10 നാവിഗേഷൻ, തത്സമയ ട്രാഫിക് അലേർട്ടുകൾ എന്നിവയാണ് മാപ്പിൾസിന്റെ പ്രത്യേകത. ജംഗ്ഷനുകളുടെ 3D വ്യൂ, ബിൽഡിങ്ങുകൾക്കകത്തെ ഷോപ്പുകളുടെ വിവരങ്ങൾ, ഓഫ്ലൈൻ മാപ്പുകൾ എന്നിവയും ഇതിൽ ഉണ്ടാകും. മാത്രമല്ല, സ്പീഡ് ലിമിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അപകട മേഖലകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ്, വലിയ വളവുകൾ, സ്പീഡ് ബ്രേക്കറുകൾ, ട്രാഫിക് സിഗ്നലുകൾ, CCTV, നിരീക്ഷണ ക്യാമറകളുടെ ലൊക്കേഷൻ എന്നിവയും ആപ്പിൽ അറിയാം. ഇനി യാത്രയ്ക്ക് എത്ര രൂപ ചെലവാകുമെന്ന് മനസ്സിലാക്കാനുള്ള ട്രിപ്പ് കാൽക്കുലേറ്ററും ഇതിൽ ഉണ്ട്. 200-ലധികം രാജ്യങ്ങളിലും ആപ്പിന്റെ സേവനം ലഭ്യമാണ്. മാപ്പിൾസിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ മാതൃകമ്പനിയായ CE ഇൻഫോ സിസ്റ്റംസ് ലിമിറ്റഡിന്റെ ഓഹരികളും കുതിച്ചു. സോഹോയുടെ അരട്ട ആപ്പുമായി ബന്ധിപ്പിക്കുന്ന വാർത്തകളും ഓഹരികൾക്ക് കരുത്തേകി. വ്യാപാരം ആരംഭിച്ചപ്പോൾ 10% ഓഹരികൾ കുതിച്ചത്. നിലവിൽ ഇന്ത്യയിലെ 10ഓളം സർക്കാർ വകുപ്പുകൾ മാപ്പിൾസിന്റെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി പ്രകാരം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ മാപ്പിൾസ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും കമ്പനി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിവർഷം 463 കോടി വരുമാനമുള്ള കമ്പനി കൂടിയാണ് മാപ്പ് മൈ ഇന്ത്യ.